ഇറാനിലെ ജനകീയ പ്രതിഷേധം ഭരണകൂടത്തെ വിറപ്പിക്കുന്നു. പ്രക്ഷോഭം 12ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഇതോടെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങളിൽ സംഘർഷം ഉടലെടുക്കുകയും ഇന്റർനെറ്റും വൈദ്യുതിയും വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. നാടുകടത്തപ്പെട്ട കിരീടാവകാശി റസ പഹ്ലവി ബഹുജന പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് പുതിയ സംഘർഷങ്ങൾ. രാജഭരണം തിരിച്ചു വരണമെന്ന് മുദ്രാവാക്യം മുഴക്കിയാണ് പ്രക്ഷോഭകരുടെ പ്രതിഷേധം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ പുറത്താക്കണമെന്നും പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നുണ്ട്. ഇതുവരെയുള്ള സംഘർഷങ്ങളിൽ 45 പേരാണ് കൊല്ലപ്പെട്ടത്. 2260-ലധികം പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. സംഘർഷങ്ങൾക്കിടെ റസ പഹ്ലവി അടുത്തയാഴ്ച മാർ എ ലാഗോയിൽ വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇറാൻ ഭരണകൂടത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. പ്രക്ഷോഭകരെ കൊലപ്പെടുത്തിയാൽ ശക്തമായ തിരിച്ചടി US നൽകുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. പ്രതിഷേധക്കാർക്കെതിരെ ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെപ്പ് നടത്തിയതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഡിസംബർ 28-നാണ് ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം ആരംഭിച്ചത്. ഇറാനിലും സൈനികമായി ഇടപെടാൻ US തയ്യാറെടുക്കുന്നുവെന്ന അഭ്യൂഹം ലോകത്ത് പരന്നിരുന്നു. US വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്കു വിമാനമായ C-5, C-17 എന്നീ വിമാനങ്ങളും യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനായി ഉപയോഗിക്കുന്ന ടാങ്കർ വിമാനങ്ങളും മധ്യേഷ്യ ലക്ഷ്യമാക്കി നീങ്ങിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. US-ൽ നിന്ന് UK-യിലെ വിമാനത്താവളത്തിലേക്കാണ് ഇവ പുറപ്പെട്ടത്. ഇതോടെ ഇറാനെ ലക്ഷ്യമിട്ടാണോ ഈ നീക്കങ്ങളെന്ന സംശയമാണ് ഉയരുന്നത്. ബ്രിട്ടനിലെ RAF ഫെയർഫോർട്ട്, മൈൽഡർഹാർ, ലേക്കൽ ഹീത്ത് എന്നീ വ്യോമത്താവളങ്ങളിലാണ് ഇത്തരത്തിൽ US വിമാനങ്ങളെത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇവിടേക്ക് വലിയ തോതിൽ ഇത്തരം വിമാനങ്ങൾ എത്തുന്നത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. യൂറോപ്പിലെയും മധ്യേഷ്യയിലെയും US സൈനിക നീക്കങ്ങൾക്ക് ഉപയോഗിക്കുന്ന വ്യോമത്താവളങ്ങളാണ് ഇവ. C-5, C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ സൈനികർക്ക് പുറമെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വാഹനങ്ങളുമൊക്കെ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്നവയാണ്. സൈനികർ, കനത്ത കവചിത വാഹനങ്ങൾ, ചിനൂക്ക്, ബ്ലാക്ക് ഹോക്ക് തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ എന്നിവ അതിവേഗം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. വലിയ തോതിലുള്ള സൈനിക നീക്കമാണ് നടത്തുന്നതെന്നാണ് റിപ്പോർട്ട്. ഇത്തരത്തിലൊരു നീക്കം നടന്നതായി US ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ വിമാനങ്ങൾ വ്യോമത്താവളങ്ങളിൽ നിന്ന് പുറപ്പെട്ടുവെന്ന തരത്തിലുള്ള വീഡിയോകളും വിവരണങ്ങളും Xൽ പ്രചരിക്കുന്നുണ്ട്. സൈനിക നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ വിന്യാസത്തിന്റെ വേഗതയും അളവും പരിശോധിക്കുമ്പോൾ ഇത് സാധാരണ പരിശീലനമല്ലെന്നും മറിച്ച് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള മുൻകരുതൽ പദ്ധതികളുടെ ഭാഗമായാണെന്നാണ് വിലയിരുത്തൽ. UK-യിലെത്തിയ വിമാനങ്ങളിൽ പലതും അമേരിക്കയുടെ 160ാമത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഏവിയേഷൻ റെജിമെന്റുമായി ബന്ധപ്പെട്ടവയാണെന്നത് അതീവ പ്രാധാന്യം അർഹിക്കുന്നു. രാത്രികാലങ്ങളിൽ രഹസ്യമായി ശത്രുമേഖലകളിൽ സൈനികരെ എത്തിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള വിഭാഗമാണിത്. ഇതിനു പുറമെ കനത്ത ആയുധശേഷിയുള്ള AC-13J ഗോസ്റ്റ് റൈഡർ വിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. ഇവ കരസേനയ്ക്ക് വ്യോമസഹായം നൽകാനും ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാനും ശേഷിയുള്ളവയാണ്. മധ്യേഷ്യയിലെ US സൈനിക താവളത്തിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടിയാണ് ഇവയെല്ലാമെന്നും റിപ്പോർട്ടുകളുണ്ട്. മധ്യേഷ്യയിലേക്ക് ഇത്രയധികം വലിയൊരു സേനാ നീക്കത്തിന്റെ ആവശ്യകത നിലവിലില്ല. അതിനാൽ ഇത് ലക്ഷ്യമിടുന്നത് ഇറാനെയാണെന്നാണ് അഭ്യൂഹം. കഴിഞ്ഞ ദിവസം US-ന്റെ നിരീക്ഷണ വിമാനമായ P-8 ഇറാന്റെ വ്യോമാതിർത്തി കടന്ന് നിരീക്ഷണം നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ലെങ്കിലും ഫ്ലൈറ്റ് റഡാർ വിവരങ്ങൾ P-8ന്റെ സാന്നിധ്യം ഇറാൻ വ്യോമാതിർത്തിയിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പകരം ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രതിഷേധം ശക്തി പ്രാപിക്കുകയാണ്. 100-ലേറെ നഗരങ്ങളിലാണ് പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിക്കെതിരെ പ്രക്ഷോഭം നടക്കുന്നത്. രാജ്യത്തെ ഒട്ടുമിക്ക പ്രവിശ്യകളിലേക്കും പ്രക്ഷോഭം വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ദേശീയ കറൻസിയായ റിയാലിന്റെ മൂല്യം കൂപ്പുകുത്തിയതും ഇതിനൊപ്പം അസഹനീയമായ തലത്തിലേക്ക് വിലക്കയറ്റം കൈവിട്ടു പോയതുമെല്ലാം ഇറാനിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായിരുന്നു.